സ്വഭാവത്തിൽ പോലും സാധ്യമല്ല എന്നർത്ഥം ധരിക്കുന്ന ഒരു ശൈലി നീ ഉപയോഗിക്കരുത്. മലയാളത്തിൽ നമ്മൾ പറയും ഛേ എന്ന് പറയരുത്. അതുകൊണ്ട് അതിന്റെ ഗാംഭീര്യം മനസ്സിലാകില്ല. ഛേ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ അതാണ് ഈ പരിഭാഷക്കൊക്കെ ഉള്ള കുഴപ്പം. എന്ത് മനസ്സിലായി? ഖുർആന്റെ അർത്ഥങ്ങൾ മലയാളത്തിലേക്ക് എഴുതിയാൽ അവരോട് നീ ഛേ എന്ന് പറയരുത്. എന്താ ആശയം മനസ്സിലായി? അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയങ്ങളെ എത്രമാത്രം വിശദീകരിച്ചുകൊണ്ടാണ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് ഖുർആൻ വ്യാഖ്യാനക്കാരനാണ്. ആ ഇബ്നു അബ്ബാസ് ഈ ഒരൊറ്റ പദത്തിന് കൊടുത്ത അർത്ഥം എത്ര വിശാലമാണെന്നറിയുമോ? വലാ തഖുൽ ലഹുമാ ഉഫ്, ഉഫ് എന്ന പദം പറയരുത്. അറബികളുടെ സംസാരത്തിൽ സാധ്യമല്ല എന്നതിന്, സമ്മതമല്ല എന്നതിന്, അതിനെ എതിർത്തുകൊണ്ട് പറയുന്ന പദത്തിൽ ഏറ്റവും നിസ്സാരപ്പെട്ടൊരു പദമാണത്. അതിൽ താഴെ എന്തെങ്കിലും ഒന്ന് പറയാണ്ടെങ്കിൽ അള്ളാഹു ആ പദം ഉപയോഗിക്കാനാ. അത്ര നിസ്സാര പദ, അതുപോലും നീ പറയരുത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് ഡസൻ കണക്കിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. ഛേ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോട് നിങ്ങൾ ഛേ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാ. പണ്ഡിതന്മാർ പറഞ്ഞത് എന്റെ വക ഉണ്ടാക്കി കെട്ടിപ്പടച്ചു പറയല്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് വാർദ്ധക്യമായി വലിയ രോഗത്തിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ അവര് വാട്ടർ ബെഡിൽ കിടക്കുന്നു. പടച്ചവനെ, നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അങ്ങനത്തെ ഒരു ഗതി അല്ലാഹു വരുത്താതിരിക്കട്ടെ. അള്ളാഹു നമ്മെ മറ്റൊരാൾക്ക് ഭാരമാക്കാതിരിക്കുമാറാവട്ടെ. നമ്മളെ കൊണ്ട് ആരും കുടുങ്ങരുത്, നോക്കിയിട്ട് മരിച്ചുപോയെങ്കിൽ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ വരരുത്. ആ ഉമ്മ കിടക്കുന്ന സമയത്ത് വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മലം പുറത്തോട്ട് പോയി കിട്ടാതെ കുടുങ്ങി വിഷമിച്ചു. നമുക്കറിയാമല്ലോ അതിന്റെ വിഷമം. 2 ദിവസം വയറ്റിന്ന് പോകാതെ, മലം പുറത്തു പോകാതെ മലം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ അസ്വസ്ഥത എന്തായിരിക്കും എന്ന് മാത്രമല്ല, അതങ്ങനെ 2 or 3 ഒരാഴ്ചയോ കെട്ടിക്കിടന്നിട്ട്, ഒരാഴ്ച കെട്ടിക്കിടന്നിട്ടെങ്ങാനും പുറത്തു പോന്നാൽ അതിന്റെ ദുർഗന്ധം എത്ര അസഹനീയമായിരിക്കും. അതൊന്ന് ചിന്തിക്കും. വിശേഷിച്ചും രോഗി, വൃദ്ധന്മാര്. ആ വൃദ്ധയായ ഉമ്മ രോഗത്തിൽ കിടന്ന്, അതികലശലായ രോഗത്തിൽ കിടന്ന് ഒരാഴ്ചയിലധികം മലം പുറത്തു പോകാതെ കെട്ടിക്കിടന്നപ്പോൾ ഡോക്ടർമാര് പല മരുന്നും കൊടുത്തു നോക്കി. ഒരു മരുന്ന് കൊടുത്തിട്ടും മലം പുറത്തു പോയി കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതാ ഉമ്മ കാഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ഹോസ്പിറ്റലിൽ നിൽക്കാൻ കഴിയുന്നില്ല അതിന്റെ ദുർഗന്ധം കൊണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ ഉമ്മ കാഷ്ടിച്ച മലത്തിന്റെ ദുർഗന്ധം, അസഹ്യമായ ദുർഗന്ധം വമിക്കുന്ന മലം, നീ ഒരു പ്ലാസ്റ്റിക് മുറത്തിലേക്ക് ഇങ്ങനെ അടിച്ചു വാരിയെടുത്ത് അത് ബെഡിൽ നിന്നെടുത്തിട്ട് ക്ലോസറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പോകുമ്പോ അതിന്റെ ദുർഗന്ധം കൊണ്ട് നീരസപ്പെട്ട് നീ മൂക്ക് പൊത്തിയാൽ നീ ഉമ്മാനച്ചേ എന്ന് പറഞ്ഞവരാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഖുർആനായ വാക്കിന്റെ അർത്ഥം ഇത്. ആ വാക്കിന് പണ്ഡിതന്മാരും ഖുർആന്റെ വ്യാഖ്യാന പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചത്ത് തടകിയിട്ട് ഖുർആൻ വ്യാഖ്യാനത്തിന്റെ അധികാരം കൊടുത്ത് റസൂലുള്ള സർട്ടിഫൈ ചെയ്ത ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസിനെ പോലത്തെ പണ്ഡിതന്മാരായി അർത്ഥം പറഞ്ഞത്. ഇത് ഉമ്മാനച്ചേ എന്ന് പറഞ്ഞ സ്ഥാനത്താണ്, ആ വാക്കിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചെങ്കിൽ അള്ളാഹു അത് പറഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നോക്കണം, എന്താണ് ഒരു ഉമ്മയും ഒരു വാപ്പയും, ആരാണ് അവരോടുള്ള ഹക്ക് എത്രമാത്രം വലുതാണ്. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഈ ഉമ്മാക്കും വാപ്പാക്കും പ്രാർത്ഥിക്കാൻ അള്ളാഹു ഒരു വചനം പഠിപ്പിച്ചു തന്നു. നിങ്ങൾ ഉമ്മാക്കും വാപ്പാക്കും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കണം. അത് നമുക്ക് ഉജൂബാണോ? ആ പ്രാർത്ഥന നിർബന്ധമാണോ? ഒരു മകൻ തന്റെ മാതാപിതാക്കളെ നല്ല പോലെ നോക്കിപ്പോറ്റി വളർത്തി, അവരെ മനസ്സിന് വിഷമമുണ്ടാകുന്ന വാക്കുകളോ പ്രവൃത്തികളോ ചെയ്യാതെ നല്ല നിലയിൽ സംരക്ഷിച്ചു നോക്കിപ്പോറ്റി വളർത്തി, ഒരു കുറ്റവും പറയാനില്ല. അള്ളാഹുവിന്റെ അടുക്കലും റസൂലുള്ളാഹിന്റെ അടുക്കലും ഈ മനുഷ്യന് യാതൊരു തെറ്റും അനിഷ്ടമായ ഒന്നും ഉമ്മയോടും വാപ്പയോടും ചെയ്തിട്ടില്ല. ആ മക്കളെ കരങ്ങളിൽ കിടന്നുകൊണ്ട് ഉമ്മയും വാപ്പയും അങ്ങ് കണ്ണടച്ച് സന്തോഷമായി പിരിഞ്ഞു.
അതുവരെ മരണം വരെ മക്കൾ മാതാപിതാക്കളെ നോക്കി പോറ്റി വളർത്തിയവരാണ്, നല്ല നിലക്കങ്ങ് മരിച്ചു പിരിഞ്ഞവരാണ്. ഈ മകനാണെങ്കിൽ ഒരിക്കൽ പോലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പ്രാർത്ഥിച്ചിട്ടുമില്ല. എന്നാൽ ഈ മകനെ നാളെ ആഖിറത്തിൽ വരുമ്പോ അല്ലാഹു തആല, നീ എന്താടോ ഞാൻ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കണമെന്ന്, നീ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല മോനെ, നരകത്തിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു പറയില്ല. എന്താ കാരണം? അല്ലാഹു അത് നിർബന്ധമാക്കിയിട്ടില്ല. അല്ലാഹു അത് നിർബന്ധമാക്കിയിരുന്നെങ്കിൽ നീ ചെയ്താൽ പ്രതിഫലമുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയുണ്ട്. നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കി, നിസ്കരിച്ചാൽ പ്രതിഫലമുണ്ട്, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി, നോമ്പനുഷ്ഠിച്ചാൽ പ്രതിഫലമുണ്ട്, നോമ്പ് ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ട്. അപ്പോൾ അല്ലാഹു ഇത് ഫർളാക്കിയിരുന്നുവെങ്കിൽ അത് നിർവഹിച്ചാൽ പ്രതിഫലമുണ്ട്, നിർവഹിച്ചില്ലെങ്കിൽ നീ എന്തുകൊണ്ടത് ചെയ്തില്ലടോ, നിന്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നീ അത് പ്രാർത്ഥിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു അവനെ നരകത്തിലിടുമായിരുന്നു. അത് അല്ലാഹു ഫർളാക്കിയിട്ടില്ല. ഇതിലപ്പുറം ഇനി ആരോ പറയാനുണ്ട്? നിങ്ങൾക്ക് പറയാവോ? ഈ ഭൂമിക്ക് മുകളിൽ നമുക്ക് കടപ്പാടുള്ള വേറെ ഏതെങ്കിലും വ്യക്തികളെ പറയാമോ? ഉമ്മയും വാപ്പയുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടുള്ളത്. ആ ഉമ്മാക്കും വാപ്പാക്കും പ്രാർത്ഥിക്കാൻ ഒരു വചനം വരെ അള്ളാഹു ഖുർആനിൽ വ്യക്തമായി ഇന്ന പദം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു അത് നിർബന്ധമാക്കിയിട്ടില്ല, സുന്നത്താക്കിയിട്ടേ ഉള്ളൂ. സുന്നത്താണ് ആ ദുആ എത്രയും നിർവഹിക്കുന്നത്, സുന്നത്താണ്. സ്വാലിഹീങ്ങളായ മക്കൾ അത് ദുആക്കുകയും ചെയ്യും. ഇനി ഞാൻ വേറെ ഒന്ന് പറയാം, അത്ര കടപ്പാടുള്ളത് ആരാണ്? ഭാര്യയും ഭർത്താവും. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ബന്ധവും കടപ്പാടുമാണ്, ഒരു ചെറിയ ബന്ധമല്ല. ഉച്ചക്ക് 3:30 അസറിന്റെ ബാങ്ക് വിളിക്കും. ശ്രദ്ധിക്കണേ, 3:30 അസറിന്റെ ബാങ്ക് വിളിക്കും. ദൂരെവിടെയോ പോയ ഒരു ഭർത്താവ് വീട്ടിൽ കയറി വന്നത് 3:15 അപ്പൊ ഇനി അസറിന്റെ ബാങ്ക് വിളിക്കാൻ എത്ര സമയമുള്ളൂ? 15 മിനിറ്റേ ഉള്ളൂ. ഇയാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ദിവസമായി നിന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട്, കുറെ കാലമായി, എനിക്ക് ഉടനെ പോവുകയും വേണം, കിട്ടിയ ചാൻസിൽ ഞാനൊന്ന് വന്നതാണ്, ഇപ്പോൾ നീയുമായി എനിക്കൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണം. ഞാൻ ബഹുസ്കരിച്ചിട്ടില്ല, അതൊക്കെ പിന്നെ ആവാം, ഇനിയിപ്പോ തൽക്കാലം ഇവിടെ കിടക്കും എന്ന് ആ ഭർത്താവ് പറയുന്നു. ഭാര്യ പറയുന്നു, ഞാൻ ളുഹ്ർ ഖളാ ആക്കിയിട്ടൊരു പരിപാടിയില്ല, തൽക്കാലം നിങ്ങളോട് എന്നോടത് പറയരുത്. അള്ളാഹ് ചെയ്യണം, നിസ്കാരം ഖളാ ആക്കിയിട്ട് നിങ്ങളെ മുമ്പിൽ കടന്നു തരികയോ? പെണ്ണിനെ പറയാമോ? പാടില്ല. ആ പെണ്ണ് ഭർത്താവിന് വഴിപ്പെട്ടു കൊടുക്കണം. അപ്പൊ നിസ്കാരം ഖളാ ആവൂലേ? ആയിക്കോട്ടെ, നിസ്കാരം ഖളായാലും ഈ ഭർത്താവിന് വഴിപ്പെടലാണ് പെണ്ണെ നിനക്ക് ജൂബ്. ഫത്ഹുൽ മുഈൻ നസ്സായി പറഞ്ഞ മസല അത്. അപ്പൊ നിസ്കാരം ഖളാ ആക്കിയ ഉസ്താദെ, നേരത്തെ നിസ്കരിച്ചുകൂടായിരുന്നില്ലേ? 12:30 മണിക്ക് ളുഹറിന് ബാങ്ക് കൊടുത്തിട്ട് 3:15 വരെ എന്തിനു ബന്ധിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് ആ ബാങ്ക് വിളിച്ചാൽ ഉടനെ നിസ്കരിക്കണം എന്ന് പറയുന്നത്. അസ്സലാത്തു അഫ്ളലു സ്വലാത്തി അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ, ആദ്യ വഖ്തിൽ നിസ്കരിക്കലല്ലേ ഏറ്റവും ശ്രേഷ്ഠത. അത് എന്തുകൊണ്ട് നീ നിർവഹിച്ചില്ല എന്ന് ചോദ്യം ചോദിച്ചാൽ പെണ്ണ് കുറ്റക്കാരിയാകും, ഇത്രയും സമയം പിന്തിച്ചതിന്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യണം? ഭർത്താവിന് വഴിപ്പെട്ട് കൊടുക്കണം, നിസ്കാരം ഖളാ ആകും. എന്നാലും അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ, ഒരു സൃഷ്ടി അവന്റെ റബ്ബിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഗൗരവം അല്പം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു പോയി നിങ്ങളോട്. ഈ ഗൗരവമായ നിസ്കാരം 15 മിനിറ്റേ ഇനി ഉള്ളൂ സമയം. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഖളാ ആയി പോകും. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഭർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നത്. എന്റെ ആഗ്രഹം ഇപ്പോൾ പൂർത്തീകരിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഈ പെണ്ണിപ്പോൾ അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്താണോ ചെയ്യേണ്ടത്? ഭർത്താവിന് ചെയ്യുന്ന ഇബാദത്താ, ഭർത്താവിന് വഴിപ്പെട്ടു കൊടുക്കുകയാണോ വേണ്ടത്? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, ഈ പെണ്ണ് നിസ്കാരം നേരത്തെ നിർവഹിക്കാത്തതിൽ കുറ്റക്കാരിയാകും, അതിനവൾക്ക് ശിക്ഷയുണ്ടാകും. ഇപ്പോൾ അവൾ ഭർത്താവിന് വഴിപ്പെട്ടു കൊടുക്കണം. ഭാര്യ ഭർത്തൃ കടമകൾ ഞാൻ ഈ വളർന്നു വരുന്ന തലമുറയോട് ചോദിക്കുന്നു, ഈ ഇരിക്കുന്ന കാരണവന്മാരോടും വയസ്സന്മാരോടല്ല, അവരൊക്കെ ശരിക്കത് പഠിച്ചവരാ. എനിക്കുറപ്പ്. ഞാൻ മദ്രസയിൽ പഠിച്ചിരുന്ന കാലം
ഹുഖൂഖുസ് സൗജൈനി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഉണ്ടായിരുന്നു, പാഠപുസ്തകം. ഭാര്യ ഭർത്തൃ കടമകൾ, ഹക്കുകൾ എന്ന ഒരു പേരിൽ ഒരു ബുക്ക് തന്നെ. ഭർത്താവ് ആരാണ്, സ്വഭാവത്തിൽ